എന്താ പരിപാടി? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയില്ലേ വീഡിയോസ് ഒന്നും ഇടാണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സാവി ബേബീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുഞ്ഞ് ഗിഫ്റ്റ് എല്ലാം കിട്ടീനി. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇന്ന് എന്തായാലും കണ്ടിട്ട് വരാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് അൺബോക്സ്. സാവി ബേബീന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ഗിഫ്റ്റ് കിട്ടീന്. അപ്പൊ നമ്മൾ ഇന്നത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം പൊട്ടിച്ച് നോക്കാം. ഞാനിത് വേണം. അത് ഫോട്ടോ ഫ്രെയിം അല്ല അല്ലാന്ന് തോന്നുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞോ. ഞാൻ എന്തായാലും ഓൺ വോയിസ് നിർത്തിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അലമ്പും കച്ചറിയുണ്ട്, ഒച്ചപ്പാടും ബഹളമെല്ലാം ഉണ്ടായിനി. വീഡിയോ എടുക്കുന്ന സമയത്ത് അത് അത്ര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ നല്ല കലപിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. ആദ്യം തന്നെ ഒരു ഫ്രെയിമാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതെൻ്റെ അനിയത്തി തന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്രെയിം. കാരണം സാവീൻ്റെ അതായത് പ്രസവിച്ച് തൊട്ടിട്ടുള്ള 12 മാസവും ഞാൻ സാവീൻ്റെ പിക്ക് എടുക്കലുണ്ട് ഓരോരോ മാസം. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി. പിന്നെ ഇങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടായിന്. അപ്പോൾ ആദ്യം ഒരു ട്രൗസറും ടീഷർട്ടാണ്. പിന്നെ ഇങ്ങനെ കോട്ട് ടൈപ്പ് വരുന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിന്. ഞാനങ്ങനെ കോട്ട് ടൈപ്പ് വരുന്ന ഡ്രസ്സ് വാവക്ക് ഉപയോഗിക്കലില്ല. പക്ഷെ കൂടുതലും അങ്ങനത്തെ ഡ്രസ്സാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിന്. പിന്നെ ഈ ഒരു പിങ്ക് ഡ്രസ്സ് എനിക്കിഷ്ടമായിന്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ 2 മാസം കഴിഞ്ഞല്ലോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. ആ ഒരു പിങ്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വടക്കായി. ഞാൻ അവനെപ്പോഴും വിട്ട് നിട്ട് കൊടുക്കലുണ്ടായിന്. അതെല്ലാം അങ്ങനെ കുറേ ഡ്രസ്സുകളെല്ലാം അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ബർത്ത്ഡേൻ്റെ വീഡിയോ തന്നെ ഇപ്പാണ് ഇട്ടത്. എനിക്ക് എന്തല്ലോ തിരക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഓരോ ദിവസവും എന്തെല്ലോ ആയിപ്പോവും. ഞാനങ്ങനെ യൂട്യൂബിനായിട്ടൊരു കോൺസെൻട്രേഷൻ ഇതുവരെ സത്യം പറഞ്ഞാൽ കൊടുക്കുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് യൂട്യൂബിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. ഇനി ഞാൻ വീഡിയോസ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യും എന്തായാലും. പിന്നെ ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ ഇങ്ങനെ ഏച്ചി അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടവലെല്ലാം കിട്ടുന്നത് അവർ വീതിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ സാവി ആണെങ്കിൽ ഓരോ ബോക്സ് വലിച്ച് കളിക്കുന്നുണ്ട്. കൂടുതലും ഡ്രസ്സ് തന്നെയാണ് കിട്ടിയത്. പിന്നെ പൈസ തന്നവരുണ്ട് കുറേ. എനിക്ക് തോന്നുന്നത് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത് കുറച്ച് ആൾക്കാരാണ് ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുവന്നത്. ബാക്കി എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പൈസയായിട്ടും മോതിരമായിട്ടും അങ്ങനെയെല്ലാം തരുവാണ് ചെയ്തത്. പിന്നെ ഒരു വള കിട്ടിയിട്ടുണ്ട്. അതിന് ആൻറ്റി ഒരു വള ഇട്ട് കൊടുത്തിന്. അപ്പോൾ അങ്ങനെയെല്ലാം ഗോൾഡും കിട്ടീന്. പിന്നെ പൈസയാണ് കിട്ടിയത്. പിന്നെ ഒരു ഫ്രെയിമും കൂടി ഉണ്ടായിന്. അതെൻ്റെ നാട്ടിലുള്ള അനിയത്തിമാർ തന്നതാണ്. അതും നല്ല രസമുണ്ടായിരുന്നു. സാവിൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. പിന്നെ ഇതുപോലെ കളിക്കുന്ന ടോയ്സ് എന്ന് പറയാൻ വേണ്ടി 2-3 ടോയ്സായിട്ടേ കിട്ടിയിട്ടുള്ളൂ അവൾക്ക്. ഇതൊരു പിയാനോ ആണ്. ഇത് അവൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്. അവനിപ്പോൾ എപ്പോഴും കുത്തിക്കളിക്കുന്ന ഇതിനെ കൊണ്ടാണ് കേട്ടോ. അത് എനിക്കും ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഓരോ ട്യൂണെല്ലാം ഇങ്ങനെ കുത്തിക്കളിക്കും. നല്ല രസമാണ് ആ ടോയ്. അതിൻ്റെ ബാക്കിൽ ഇതുപോലെ 2 കോലെല്ലുണ്ട്. അപ്പം അതെന്തോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. സാവിക്കും ഭയങ്കര ഇഷ്ടമാണ്. സാവിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി. അവൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കളിക്കലുണ്ട്. അപ്പം അവൻ അപ്പം തന്നെ ഞാനത് കളിക്കാനെല്ലാം കൊടുത്ത് അവൻ അതിനും കൊണ്ട് കളിക്കുന്നുണ്ട്. സാവിന്റെ കയ്യിൽ അത് കൊടുത്തേ അവിടെ വെച്ചേ. കളിച്ചോ. ഇനി ഇതാ ഞാൻ സാവീൻ അങ്ങനെ മെല്ലെ സൈഡായിട്ട് ആ ടോയ്സ് കൊടുത്തിട്ട് അങ്ങ് ഒതുക്കി. പിന്നെ ആദ്യം നമ്മൾ ഓരോന്നും തുറക്കാൻ തുടങ്ങി. ഇതും ഒരു നല്ല ഡ്രസ്സാണ്. എനിക്കിഷ്ടപ്പെട്ടിന്. ഒരു റോംബർ ടൈപ്പ് ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമാണ്. സാവിക്ക് അങ്ങനത്തെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറുതിലെല്ലാം ഇങ്ങനത്തേതെല്ലാം കുറേ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാവിക്ക് കുഞ്ഞു മക്കൾക്ക് അങ്ങനത്തെ കുപ്പായിട്ട് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അതുണ്ടായിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡൽ ഡ്രസ്സിൻ്റെ തന്നെ പല കളറുകൾ ഉണ്ടായിന്. പിന്നെ ബ്ലാക്ക് ഒരു ടീഷർട്ടും ഒരു ട്രൗസറും. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിന്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ് സാവിക്ക് ഇടാൻ വേണ്ടി. എനിക്ക് മഞ്ഞയും ബ്ലാക്കും ആണ് സാവിക്ക് ഇഷ്ടം കളറിൽ. അപ്പോൾ ആ ഒരു ഡ്രസ്സുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് പൊളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പൊളിക്കാം, അത് നീ പൊളിക്കുന്നെല്ലാം പറഞ്ഞിട്ട് പൊളിക്കാം മീൻസ് തുറക്കാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേനും ആടുന്നു. അങ്ങനെ ഓരോരോന്ന് തുറക്കുന്നുണ്ട്. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് തന്നെ. ഒരു ഗ്രീൻ സ്ലീവ്ലെസ് ഇടുന്നത് എനിക്കിഷ്ടമാണ് പിള്ളേർക്ക്. അപ്പം അങ്ങനെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ കുറേ ട്രൗസറും ബനിയൻ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ. ജീനിൻ്റെ ട്രൗസർ കുറേ കിട്ടിനി ഗൈസ്. ടീഷർട്ടും നമ്മളെല്ലാം കൂടി ഒപ്പരം മിക്സ് ആക്കിയിട്ട് കട്ടുമ്മലിട്ടില്ലേ. പിന്നെ അതൊന്നും ഒന്നിച്ച് വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വേറെ ഇപ്പോൾ ജോഡിയായിട്ടൊന്നും അല്ല ഒന്നും ഉള്ളത്. അപ്പോൾ ജീൻസിൻ്റെ ട്രൗസർ കുറേ ഉണ്ടായിനി. പിന്നെ പിറന്നാൾ ആശംസകൾ മോനു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചി തന്നൊരു ഗിഫ്റ്റാണ് ഇത്. ഹാപ്പി ബർത്ത്ഡേ സാവി, മേ ഗോഡ് ബ്ലെസ് യു, മിസ്സിസ് സീന രജനീഷ് എന്നെല്ലാം എഴുതിയിന് കവറിൻ്റെ പുറത്ത്. എനിക്ക് തോന്നുന്നു പിള്ളേർ എഴുതിയതാണെന്ന് തോന്നുന്നത് ചേച്ചീൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിനി. അതും ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അതും എല്ലാം ഓപ്പൺ ആക്കുന്നുണ്ട്. ഞാൻ സ്വതവേ ഇങ്ങനെ
യൂട്യൂബിൽ ബേബീസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ്ങെല്ലാം ഇടലില്ലേ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഞാൻ കാണലുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ പോലെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിതിൽ കുറേ ഗിഫ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, അവർക്ക് കുറച്ച് ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ടോയ്സ് ഒന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല, ഡ്രസ്സ് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ആക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതൊരു ഷർട്ടും ഒരു ട്രൗസറും വരുന്നതായിരുന്നു ആ ഒരു കവറിനകത്ത് ഉണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് വലുതായിരുന്നു സാവിക്ക്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ടിങ്കുവിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു, അത് ഏച്ചി തന്നതാണ്. എനിക്ക് കളർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ, ഡ്രസ്സ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ചേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു കവറിൻ്റെ ഉള്ളിൽ. അത് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ടീഷർട്ട്. ഞാൻ ആ ടീഷർട്ട് കുറേ പ്രാവശ്യം സാവിക്ക് ഇട്ടിന്. ഈ ഒരു ട്രൗസറിൻ്റെ കൂടെ അല്ല, ജീനിൻ്റെ ഒരു ട്രൗസറിൻ്റെ കൂടെ ഞാൻ ആ ടീഷർട്ട് കുറേ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ ഇങ്ങനെ കുപ്പായെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മടി വന്ന്, ഞാൻ മുമ്പേത്തെ വീഡിയോയിലും പറയലുണ്ട് എനിക്ക് മടിയാണെന്ന്. പക്ഷേ ഇനി ഞാൻ എന്തായാലും വീഡിയോ ഡെയിലി ഇടും. ഗുരുവായൂരത്തെയും നാലമ്പലം തൊഴുന്നതിൻ്റെയും ഓണം ഷൂട്ടിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇടാം എന്തായാലും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ശ്രീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു, ഒരു പാർട്ടി വെയർ ടൈപ്പ് കോട്ട് വരുന്നതാണ്. അങ്ങനെ അതും തുറന്ന്, ഞാൻ ഇങ്ങനത്തെ ടൈപ്പൊന്നും വാവക്ക് ഇട്ട് കൊടുക്കലില്ല. എനിക്ക് കൂടുതലും ഞാൻ വാവക്ക് ഇട്ട് കൊടുക്കാത്ത ടൈപ്പ് ഡ്രസ്സാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് നല്ല ഉണ്ടായിന്, വാവക്ക് നൈറ്റെല്ലാം ഇടാൻ പറ്റിയ പോലത്തെ ഒരു ഡ്രസ്സ്. പിന്നെ ഒരു ബേബി ഹഗിൻ്റെ കവറിൽ ഒരു ഡ്രസ്സ് ഉണ്ടായിന്, അതൊരു കോഡ് സെറ്റ് പോലത്തെ ടീഷർട്ടും ട്രൗസറും ഒന്നിച്ച് വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ് ആയിരുന്നു. അതും ഞാൻ വാവക്ക് കുറച്ച് പ്രാവശ്യം ഇട്ട് കൊടുത്തിന്. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് വെറുതെ വെച്ചിട്ട് ചെറുതാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് ഏകദേശം ട്രൗസറും ബനിയാനെല്ലാം വീട്ടിൽ നിന്നായിട്ടും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ ഇങ്ങനെയെല്ലാം ഞാൻ അവന് ഇട്ട് കൊടുത്തിന് ഡ്രസ്സെല്ലാം. ഇനി അവന് കണക്കാവാത്ത വലുതായിട്ടുള്ള ഡ്രസ്സെല്ലാം ഷെൽഫിൽ തന്നെ എടുത്ത് വെച്ചിനി. അതിന് വണ്ണം വെക്കും ഇടാം, ഇല്ലെങ്കിൽ ഇടുന്ന വേറെ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കളയണ്ടല്ലോ, ഇടണ്ടേന്ന് വെച്ചിട്ട് ഒരു ടൈം ഇട്ടിട്ട് നമ്മൾ കളയുന്നതിനേക്കാളും നല്ലത് ഉപകാരമുള്ള ആർക്കെങ്കിലും കൊടുക്കുന്നതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലുതെല്ലാം എടുത്ത് വെച്ചിന്. ഈ ഒരു ഡ്രസ്സും സാവിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഇനി ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിന് സാവിക്ക്. അങ്ങനെ ഏകദേശം ഡ്രസ്സെല്ലാം ഞാൻ ഏകദേശം ഇട്ട് തീർന്ന്. സംഭവം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 മാസമായല്ലോ. ഈ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് ബർത്ത്ഡേ അന്നേ കഴിഞ്ഞില്ല, ഇവളെന്താ ഇതെല്ലാം ഇപ്പം അപ്ലോഡ് ചെയ്യുന്നതെന്ന്. എനിക്ക് അത്രക്കും മടിയായിട്ട് ഞാൻ ഇപ്പോഴാണ് ഗായ്സ് ഇതെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ് ഇത്രയെല്ലാം ഗിഫ്റ്റാണ് സാവിക്കുണ്ടായത്. ഏകദേശം ഡ്രസ്സെല്ലാം തുറന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് ചന്നം പിന്നെ വലിച്ചിട്ടിട്ടുണ്ട്. അതല്ലോ ഇനി ഇതെല്ലാം എടുത്തു വെക്കണം. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഇനി സമയം ഏകദേശം ഒരു 10-11 മണി സമയത്താണ് നമ്മൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് എൻ്റെ 2 ഏച്ചിമാരാണ്. എൻ്റെ ഏട്ടൻ്റെ വൈഫും ഏച്ചിയുമാണ്. വേറെ ഏട്ടൻ്റെ വൈഫ് സൈഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അവളാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് വീഡിയോൻ്റെ മുമ്പിൽ വരാൻ മടി. അപ്പം അങ്ങനെ നമ്മൾ വലിച്ച് വാരിയിട്ട് നമ്മൾ അൺബോക്സിങ് തീർത്തിരിക്കുകയാണ്. ഗിഫ്റ്റെല്ലാം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കൂടുതലും ഡ്രസ്സ് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മോതിരവും പിന്നെ പൈസയും അങ്ങനെയാണ് തന്നത്. 2 ഫോട്ടോ ഫ്രെയിം കുറച്ചും കൂടി അൺബോക്സ് ചെയ്യാൻ ഉണ്ടാവണം തോന്നി കണ്ടപ്പോ. നമ്മൾ കൂടുതൽ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചല്ലേ, കളിക്കുന്ന ടോയ്സ് എല്ലാം കിട്ടുന്നതാണ് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു ഡ്രസ്സാണ് കൂടുതലും തന്നെ. പക്ഷെ കൂടുതലും ചെറിയ ഡ്രസ്സ് പോലെ തോന്നും. അവന് കണക്കാ ഇപ്പൊ ഇട്ട് കൊടുക്കാം, ഇനി പിന്നെ ഇട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സ്. എന്തായാലും എനിക്ക് നമുക്കെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിനി. അപ്പൊ ഇതാണ് സാവിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ എല്ലാം അൺബോക്സിങ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും നമ്മളങ്ങനെ ആ കലാപരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, തത്തമാരും പിള്ളേരെല്ലാം. അവർക്ക് ഇന്ന് നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് സമയത്ത് വന്നിട്ടുണ്ടായിട്ടില്ല. എൻ്റെ നെയ്ബേഴ്സ് ഫുൾ മുസ്ലിംസ് ആണ് ചുറ്റും. അപ്പോൾ അവരെല്ലാവരും രാത്രിയാണ് വന്നത്, കാരണം അവർക്ക് അന്നെന്തോ നോമ്പുണ്ടായിനി. അപ്പം അങ്ങനെ ഒരു രാത്രി വരുമ്പോൾ സാവിക്ക് വലിയൊരു ടെഡി കൊണ്ടുവന്നിന്. സാവിൻ്റെ ഫ്രണ്ടാണ് ഇത്, സാവി അങ്ങനെയാണ് പറയല്. സാവിൻ്റെ ഫ്രണ്ട് എടുത്തു എന്ന് വെച്ചാൽ സാവി ഓടിപ്പോയിട്ട് ആ ഒരു ടെഡി എടുക്കും. ഇപ്പോൾ അവന് ഇഷ്ടപ്പെട്ടിന് നല്ലോണം. അപ്പം അങ്ങനെ ആ വലിച്ചിട്ട് വാരിൻ്റെ ഒപ്പം അവരെല്ലാവരും കളിക്കുന്നുണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. സാവി അവരൊപ്പം കളിക്കുന്നതാണ്. പിന്നെ ബർത്ത്ഡേൻ്റെ ബലൂണും ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം വലിച്ച് വാരിയിട്ട് ആ ബലൂണിനെല്ലാം കൊണ്ട് പിള്ളേർ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, സാവിക്ക് അതിനെക്കാട്ടി ക്ഷീണമുണ്ട്. അപ്പോൾ ഏച്ചിയെല്ലാം ഇത് തിന്നുന്നുണ്ട്. ഏച്ചി
നമുക്ക് ഉച്ചയ്ക്ക് തന്നെ സാമ്പാറും ചോറും അങ്ങനെയും ഉണ്ടായിന്, ബിരിയാണി ഉണ്ടായിന്. അപ്പോൾ ചേച്ചി ബിരിയാണീൻ്റെ മസാലയും സാമ്പാറും ചോറും പൊരിച്ച മീനും വറവെല്ലാം എടുത്തിട്ടാണ് തിന്നുന്നത്. അതായത് ബിരിയാണി തിന്നാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാധാരണ മറ്റേ ഫുഡും ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഫാമിലിയിൽ അടുത്ത ഫാമിലി മാത്രം എല്ലാവരും രാത്രി ഉണ്ടായിന്. ഡെക്കറേഷനിൽ ഇവിടെയാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം അതെല്ലാം ഊരി. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി തിന്നിട്ടേ ഇല്ല. ആരോ കഴിയുമ്പോൾ ഒരു 2-3 വാരം ഞാൻ തിന്നിന്. ഞാൻ എന്തെല്ലോ ആൾക്കാർട്ടും തിരക്കും ജാവീൻ്റെ കരച്ചിലായിട്ട് എനിക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ രാത്രി ഞാൻ സമാധാനത്തിൽ തിന്ന്. ഞാൻ വ്ളോഗ് ഇടാൻ നിർത്തുന്നു ഗൈസ്. ബൈ.